സമീപസ്ഥായിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ നിനക്ക് ദൈവം. വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ നിനക്ക് ദൈവമില്ലേ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നടന്നിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസത്തോടുകൂടി കർത്താവ് ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. പ്രത്യേകമായി ബഹുമാനപ്പെട്ട സന്നേച്ചിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ സന്നേച്ചിനെന്ന് കാനഡയിലേക്ക് പോവുകയാണെന്ന് വൈകിട്ട് അച്ഛൻ്റെ ഇന്നത്തിലുടനീളം ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടാകും. കാനഡയിലുള്ള അച്ഛൻ്റെ ശുശ്രൂഷയിൽ ഓരോ നിമിഷവും അച്ഛൻ്റെ കൂടെ ദൈവം ഉണ്ടാകാൻ പ്രത്യേകമായിട്ട് നമുക്ക് ഈ പേരിൽ പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ കുടുംബത്തെയും അച്ഛൻ്റെ യോഗങ്ങളെയും പ്രത്യേകമായി ഈ പേരിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവിന്റെ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുവയുടെ ബലിയർപ്പിക്കാം. മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവസങ്ങളും വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരാകുന്നവരെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നയിക്കും. ആദ്യത്തിൽ നിന്നു ഞാൻ ആത്മമായി കേൾക്കുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ. കൃതജ്ഞത
ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. സകലത്തിനെയും നാഥായി നയിക്കും. എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും ഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരേക്കും സമാധാനം നിങ്ങളോടുകൂടെ. സുവിശേഷം 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി വിവാഹത്തിനൊരുക്കിയ രാജാവിന്റെ സദസ്യം. വിവാഹത്തിനു ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു. എന്റെ കാളകളെയും ഉഴുത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിവാഹ വിരുന്ന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്നതായിരുന്നു. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിലും പോയി കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹവിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹവിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിലത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് കൂടിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവരോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകളിയുമായിരിക്കും. എന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം തന്റെ കൃപാസനത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കടങ്ങളുടെയും കളയട്ടെ. Kay
മാറിയതും സെപ്പിനെയും സാദരമോർത്തീരാ പാവന നിബലിയിൽ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാവരും നിൻ മഹിതോ താരത്തിൽ ശരണം തേടുന്നു. ആരംഭിക്കുവാൻ നിങ്ങളെ ശക്തരാകട്ടെ. എളിയവരും പാപികളുമായിരുന്നു ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹവാസമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ.
എന്നെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണകൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിലപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മകനിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ചെയ്തു, ഇത് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു, ഇത് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രകാശിപ്പിക്കാൻ കഴിയാത്തതും അത്ര സമർപ്പിക്കണം എപ്പോഴും എപ്പോഴും എന്നേക്കും. എന്നാൽ തീർത്തും അയോഗ്യനാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ വിശുപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേളപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീരാഗ്രയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും സൈനികരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപിക്കും അധികാരവും അങ്ങയുടെ ജ്ഞാനവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. മനുഷ്യവർഗത്തിന് പ്രത്യാശയായ കുർബാന വഴി നീ നിങ്ങളുടെ കടകളെ പാപങ്ങളെ ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും ദാതാവായി വഹിക്കും. മരണത്തെ വിജയിച്ചവനാശിയായേ ശാശ്വത ജീവനുറവിടമേ നിത്യനാമം വന്ദനീയം. നിങ്ങളുടെ ശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും പാലിൽ മൃത്യുവരിച്ചാലും ജീവിച്ചിടം സ്വർഗത്തിൽ. ജീവനും തിരുശ്രീമായ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് പരിപിടമേ സുസ്ഥി. ദൈവമേ ഞങ്ങളെ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ പാടിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുവങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഭൂവാനവും തന്മഹീമയാൽ തിങ്ങിടും നല്ലോ സന്ദരം. ശ്രീയും ദിവ്യ പ്രേക്ഷിതർ ദിവ്യന്മാർ സാക്ഷികൾ നിത്യാനന്ദ പ്രതാപവാനങ്ങി വാഴ്ത്തിടുന്നു നിരന്തരം, വാഴ്ത്തിടുന്നു നിരന്തരം. ഇന്നോ ഞങ്ങളിൽ പാപമേശാൻ നിന്നനുഗ്രഹം നൽകണേ. ആശ്രയിച്ചീവൻ തീവ്രമായെങ്കിൽ തിങ്ങും കാരുണ്യം പൊരുവാൻ അർപ്പിച്ചു നിന്നിലാശ സർവവും ലേശം ലജ്ജിക്കയില്ല ഞാൻ,
ലേശം ലജ്ജിക്കയില്ല ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അനന്തയാവനും അവരുടെ നന്മകളുടെ ഭണ്ഡാരമായ ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ മഹാദാനങ്ങളെ കുറിച്ച് നിന്റെ മഹാനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. നിന്നോട് പ്രാർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന നീ ഞങ്ങളെ സ്വർഗീയ സമ്മാനങ്ങൾക്ക് യോഗ്യരാക്കണമെന്ന് നിന്റെ കാരുണ്യാധിപത്യത്തെ കുറിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിക്കാൻ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ വൈക്യം എന്റെ കർത്താവിന് ഞാൻ വരുന്നേക്കും മഹിമയുടെ ദൈവവിധിനാമേ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരെന്ന് വരപ്പാകേ മഹിതാശേർത്തൻ പരിപാവനമാം ബലികൾ പോലെ കുർബാന കഴിഞ്ഞു. അമ്മച്ചി ഇങ്ങോട്ട് നോക്കൂ. മമ്മിയുടെ സാരി മുമ്പ് പലതവണ ഉടുത്തുണ്ടെങ്കിലും അമ്മച്ചിയുടെ സാരി ആദ്യം ഇട്ട് കൊടുക്കണം. എല്ലാ തീരുമാനങ്ങളും പെട്ടെന്നായിരുന്നു അല്ലേ? ശരിയാ, എനിക്ക് വേണ്ടി വാങ്ങിയ പോലെ ഉണ്ട്. അതിന് നെയിൽ പോളിഷ് വരെ മാച്ച് ആകുന്നേ. കറക്റ്റ് കളറ് ഇതിനു വേണ്ടി ഇട്ട് വന്ന പോലെ. നോക്ക്, നെയിൽ പോളിഷ് ഇതുവരെ കളർ മാച്ചാ. ഇത് ഇന്നത്തേക്ക് വേണ്ടി ഇട്ട പോലെ. എല്ലാം ദൈവത്തിന്റെ നിശ്ചയം അല്ലേ? അമ്മച്ചിക്ക് അങ്ങനെ തോന്നണില്ലേ? ഇന്നലെ പള്ളി പോണെന്ന് പറഞ്ഞപ്പോ ഷോൾ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ അതെ, സേഫ്റ്റി പിൻ പോലും ഇല്ല. അപ്പൊ ലാസ്റ്റ് പ്രാവശ്യം സേഫ്റ്റി പിൻ എവിടെ കാണാനില്ല. അങ്ങനെ നമ്മൾ 3 സെറ്റ് പിന്നെ അത്ഭുതകരമായിട്ട് കിട്ടി. അത് അത്ര നേരം തപ്പിട്ട് കാണാനില്ല. പ്രാർത്ഥന കഴിഞ്ഞപ്പം അത് മരുമോളല്ല, മോളുടെ വെച്ച
നീ ഇതിന്റെ മുമ്പ് സാരി എടുത്തിട്ടുണ്ടോ? അല്ല സാരി ഉടുത്തിട്ടുണ്ട് കോളേജിലേക്ക്. ആ പള്ളിയിലേക്ക് ആദ്യമായിട്ട് സാരി ഉടുക്കണേ. വീഡിയോ ഒന്ന് അവിടെ നിന്ന് എടുക്കോ? ഒരു ബസ്സല്ലേ അങ്ങോട്ട് പോയി. നമ്മളെടുക്കണേ അവിടെ നോക്കി. മമ്മിയും കൂടെ വേണമായിരുന്നല്ലേ. സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് സാരി കൊണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു. സൈലച്ചന്റെ കുർബാന ഞാൻ ഏറെക്കുറെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ നടുക്കോട്ട ഞാൻ ബാക്കിലായോണ്ട് എടുത്തത്. ആയിക്കോട്ടെ, സൺസിന് മനസ്സിലായി ഞാൻ വീഡിയോ എടുത്തത്. അയ്യോ അപ്പൊ അച്ഛൻ കണ്ണു കാണാൻ. അയ്യോ നീ നടക്കോട്ട് നിൽക്കണ്ടേ? അത് മുഴുവൻ തലയായിരിക്കും കളിച്ച് പറഞ്ഞു. ഞാൻ കാണിക്കില്ല, എനിക്കുള്ള ധൈര്യമില്ല. തലയായിരിക്കും, ആൾക്കാരുടെ തലയായിരിക്കും. ആൾക്കാരുടെ തലയല്ല, സണ്ണിച്ചന്റെ തല ഉണ്ട്. സണ്ണിച്ചന്റെ തല കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ബാക്കിൽ വന്നാല് സെന്ററിലേ അറ്റത്തിരുന്നാ മതിയായിരുന്നു. ഇനി കാനഡത്തെ കുർബാന റെക്കോർഡ്. അയ്യോ ഇല്ല, ഒരു കാര്യം. അതുപോലെ അമ്മച്ചി പറഞ്ഞ അവിടെ ഇപ്പൊ തണുപ്പാണല്ലോ ജർമ്മനിയില്. അപ്പൊ സ്വത്തം പറയാത്ര നമുക്ക് നാട്ടിലേക്ക് വിട്ടാലോ. നമ്മളാണ് ഫസ്റ്റ് കസ്റ്റമർ. ആ അപ്പൊ ഇങ്ങോട്ട് വരണ, ഞാൻ അങ്ങോട്ട് വരില്ല. അല്ലെ വേണേ ഇറങ്ങി അവിടെ നല്ല ബാക്ക്ഗ്രൗണ്ടാ. ആ ഇങ്ങനെ ജസ്റ്റ് പിടിച്ചു തന്നാ മതി. ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ആ അയ്യോ അയ്യോ ഇങ്ങോട്ട് അല്ല ഇപ്പൊ കാണുന്നില്ലേ? ആ അപ്പൊ ഇങ്ങനെ തന്നെ പിടിച്ചാ മതി. ആ ഇങ്ങനെ മാറ്റരുത്. ആ അങ്ങനെ എന്നെ കാണിക്കരുത്. തിരിക്കരുത്. ഇല്ല തിരിക്കാൻ പാടില്ലേ? നീ പിടിച്ച് ഡയറക്ഷൻ മാറ്റിയില്ലോണ്ടി. ഇങ്ങനെ ഇപ്പൊ കണ്ടോ, ഞാൻ സണ്ണിച്ചിന് എടുക്കണോ? ആ അത് നന്നായിട്ടുണ്ട്. അവിടെ നിന്ന് നല്ല വെളിച്ചം വരുന്നുണ്ട്.
ആ ആ ഇപ്പൊ എനിക്ക് സെൻസിനെ കാണുന്നുണ്ട്, അതുപോലെ അപ്പച്ചൻ എന്നെ കാണണം. ഇത് ചെമ്പകത്തിന്റെ മരമല്ലേ? ഞാൻ ഇവിടെ അല്ലേ? ഇങ്ങോട്ട് കാണിക്കും, ഇങ്ങോട്ട് 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 അങ്ങനെ അങ്ങനെ കുറച്ചിങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ആ ഓക്കെ ഓക്കെ. പിന്നെ കാണില്ലേ? ഇപ്പൊ ക്യാമറ മൂടി പിടിക്കരുത്. ഓക്കെ, ഞാനാണോ കാണേണ്ടത് തന്നെ? അതെ അതെ, അപ്പച്ചനാണ് എന്നെ ഫോട്ടോ എടുക്കണേ. അപ്പൊ അമ്മച്ചി കാണണ്ടേ? അമ്മച്ചനും കാണണം. രസമുണ്ടോ? അമ്മച്ചി ഫുള്ളായിട്ട് കാണുന്നില്ല. അമ്മച്ചിനെ ഫുള്ളായിട്ട് കാണില്ല, അപ്പൊ കുറച്ച് അകത്തി പിടിക്കണം. ബ്ലൗസ് നല്ലൊരു ഇതാണ്. ഇങ്ങനത്തെ നന്നായിട്ടുണ്ട്. കാണുന്ന മാതിരിയല്ല, ഫോട്ടോയിൽ കാണുമ്പോ ഞാൻ കണ്ടപ്പോ തന്നെ പറഞ്ഞേ എനിക്ക് നല്ല ഇഷ്ടമായി. Your pretty eyes make me smile, and your little fits make me stay with you. Eyelashes moving softly, little arms make me love you. Ooh, babe, I love you so much, so much. Ooh, babe, I wanna stay with you, with you. Your pretty eyes make me smile, and your little fits make me stay with you. Eyelashes moving softly, little arms make me love you. കണ്ട, പക്ഷെ ഞാൻ അവിടെ ഇറങ്ങണായിരുന്നു. അവിടെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ വീടിന്റെ ഒരു പ്രത്യേക ഭംഗി. അപ്പച്ചാ ചെന്ന വഴിക്ക് ഡ്രസ്സ് മാറരുത്, എനിക്ക് വീഡിയോ എടുക്കണം കേട്ടോ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് പള്ളിയിലേക്ക് സാരി എടുത്തൊരു ദിനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആർക്കും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ സാരി എടുത്ത് പള്ളിയിൽ പോയി വന്നു. അയ്യോ, അത് അപ്പത്തെ കയറി പോണോ? ഡിമാൻഡുള്ള സെലിബ്രിറ്റി കയറി പോയ പിന്നെ വരില്ല കേട്ടോ.
എൻ്റെ ചിരി കണ്ടാ അത് പറയില്ലല്ലോ. അമ്മച്ചി ഇങ്ങോട്ട് വരൂ. നല്ല കൈ കാല് മേലും മൊത്തം വേദനയും ചുമയും എല്ലാം ഉണ്ട്. ഓക്കെ അമ്മച്ചി ഈ ഇതിവിടെ ഓക്കെ ഇങ്ങനെയാക്കണം. ആ ബ്ലൗസ് ആ മുളക് മുഴുവൻ പഠിച്ചു നോക്കുക. ഇതാണ് എൻ്റെ അപ്പച്ചനും ഒരു രീതിയുള്ളൂ, അത് മുറ്റത്ത് അപ്പച്ചനും അമ്മച്ചിയും. എന്താണ് അപ്പച്ചൻ ഷേവ് ചെയ്യാത്തതിന്റെ കാരണം? സമയം കിട്ടിയില്ലേ? ടൂറോ? ഓ ഐ സി. ഓക്കെ അമ്മച്ചിനെ കാണാനില്ല. അങ്ങോട്ട് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് ഏത് വാതില്? ഇവിടെ ഇവിടൊക്കെ സണ്ണിച്ചെന്താ ഇറങ്ങാത്തെ? അങ്ങനെ സ്റ്റാർ തൂക്കിക്കഴിഞ്ഞു. ഇവിടെ സ്റ്റാർ തൂക്കിക്കഴിഞ്ഞു. ഞാൻ പപ്പോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ സ്റ്റാർ തൂക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഞാൻ അവിടെ ഉണ്ടല്ലോ. അല്ല ഞാൻ സ്റ്റാർ ആണല്ലോ, അതുകൊണ്ട് ഞാൻ പപ്പോട് പറഞ്ഞു വീട്ടിൽ സ്റ്റാർ തൂക്കണ്ട, വേറെ ഞാൻ ഉണ്ടല്ലോ, അത് മതി. ഇപ്പുറത്തെ തെങ്ങ് കാണാനില്ല, അത് ഇന്നലെ പറയണം ഓർത്താ മറന്നുപോയി. തെങ്ങ് എവിടെ പോയി? തെങ്ങ് കാണാനില്ല, തെങ്ങ് ഒഴിച്ചു വെച്ചിട്ട്. മോഷ്ടിച്ചതല്ല, വള്ളിയും പൊള്ളയൊക്കെ. അമ്മച്ചിയാണ് പിന്നെ എൻ്റെ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഓക്കെ ഇങ്ങനെ പിടിച്ചാൽ മതി. ആ ഇവിടെ കൈ മറക്കരുത്. ആ എന്നിട്ട് എന്നെ കാണുന്നുണ്ടോ? നോക്കട്ടെ. തല കാണാനില്ല. അപ്പൊ ഇങ്ങനെ ആക്ക്. ഇപ്പൊ കാണാനുണ്ട്. കാണാനുണ്ട്. ഇതിലിങ്ങനെ വെച്ച് തയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, ഇത് ഇതേലുള്ളത്. ഇങ്ങോട്ട് വരൂ. ഇത് ജോർജറ്റാ.
പറ്റൂ. എന്നിട്ട് തുടരണോ? ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ട, ഇത് വീഡിയോ ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. കുറച്ചും കൂടെ തല ആക്കണ്ട വരുമല്ലോ. ഇത് സൺസിന് കിട്ടുകയില്ല. ഇല്ല ഇല്ല ഇല്ല. എന്താ പറ്റി തല കാണാനില്ല. ഇത്തിരി കൂടി ഇങ്ങോട്ട് നീങ്ങണം. ശരി, അതാ അറിയാൻ മേലാത്ത. ഇപ്പൊ ഉണ്ട്. എന്നതാ കൊതുകോ? ഫോട്ടോഗ്രാഫർക്ക് അയ്യോ നോക്കട്ടെ. നമ്മൾ സ്ഥിരമുള്ള ഡ്രസ്സിലേക്ക് മാറി. പിന്നല്ല. All I wanna do is be with you. ഫോട്ടോഗ്രാഫർ